ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. എം ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. പാലാ ജൂബിലി എന്ന് പറയുന്നത് തന്നെ പാലക്കാരുടെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ ഭയങ്കര ഒരു അരങ്ങാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ഈ പാലാ ജൂബിലിക്ക്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. സന്ധ്യയോടടുക്കുമ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്. നമുക്ക് മാതാവിൻ്റെ അടുത്തേക്ക് എത്താൻ തന്നെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം നമ്മൾ നിരനിരയായിട്ട് നിന്നിട്ട് വേണം നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോയി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കുരിശുപള്ളിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ തിരക്കാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളും ആ ലൈനിൽ നമ്മൾ നിന്നു. എന്ന് വെച്ചാൽ നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നേരെ ചെന്ന് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ലൈനായിട്ട് ചെന്നിട്ട് മാത്രമേ നമുക്ക് നിരനിരയായിട്ട് ചെന്നതിന് ശേഷം മാത്രമേ നമുക്ക് മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റത്തുള്ളൂ, നേർച്ചയൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഒരുപാട് ദൂരെയായിട്ടാണ് മാറ്റിയെല്ലാം വെച്ചത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്നായിരുന്നു നമ്മൾ കപ്പേളയിലേക്ക് പോയത് തന്നെ. അപ്പം ഈ കോട്ടയംകാർ എന്ന് പറയുന്നത് തന്നെ കോട്ടയത്ത് ഒരു ഉത്സവം തന്നെ എന്ന് പറയാം. ഉത്സവമല്ല, ഒരു തിരുനാൾ, ഭയങ്കര ആഘോഷമാണ്. എല്ലാ ഭക്തിപ്പെട്ടവരും നമ്മൾ ഈ പള്ളിയിൽ വരും കേട്ടോ. എന്ന് വെച്ചാൽ ഈ കുരിശുപള്ളിയിലേക്ക് എത്തുന്നതാണ്. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല. എന്നുവെച്ചാൽ ഇവിടെ എല്ലാവരും തന്നെ എത്തുന്ന ഒരു ഇടമാണ് മാതാവിൻ്റെ അരികിൽ. അപ്പം എനിക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത്. അപ്പം ഞാൻ പാലായിൽ എപ്പോൾ പോയാൽ തന്നെ മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോരുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമുള്ളൊരു ഇടം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെല്ലുമ്പം അവിടെ നമുക്കൊന്ന് അടുത്ത് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ. എന്ന് വെച്ചാൽ ഡിസംബർ 8 എന്ന് പറയുന്നത് അതൊരു നമുക്ക് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ ജനപ്പെരുപ്പമുള്ളൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് സ്വയം നിയന്ത്രിക്കണം, അത്രമാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം നമ്മളെ നിയന്ത്രിച്ച് പോകുമ്പോൾ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അതുപോലെ ആൾക്കാർ തിങ്ങി നിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഇടിച്ചിടും, അതുപോലത്തെ തിരക്കാണ്. അതുപോലെ നമുക്ക് കാലുകുത്താൻ ഇടയില്ല, അതുപോലെ ആവുമെന്ന് പറയത്തില്ലേ, അതുപോലത്തെ തിരക്കാണ്. ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയം ഇതെന്നതായെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ 2-3 നമ്മൾ പാലാ ജൂബിലി ആഘോഷങ്ങളിലെല്ലാം പങ്കെടുത്ത് ഇപ്പോൾ ഏകദേശം നമുക്കറിയാം ഇവിടുത്തെ എന്താണ് തിരുനാളിന് ഇത്രമാത്രം ആളുകൾ. പക്ഷേ പകൽ പോകുമ്പോൾ നല്ല നമുക്ക് ട്രാവലോ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ എനിക്ക് പകൽ പോകാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ വൈകുന്നേരമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും എടുത്തുകൊണ്ടാണ് കേട്ടോ. അവർക്കൊന്നും നടക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതുപോലെ തിക്കും തിരക്കിന് അവരെ നടത്തിക്കൊണ്ടൊന്ന് നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് നമ്മുടെ കുരിശുപള്ളിയിൽ നമുക്ക് നടന്ന് കയറിപ്പോകാം. ഇത് കുഞ്ഞുങ്ങളായിട്ട് എടുത്തുകൊണ്ട് തന്നെ വേണം പോകാൻ. എന്ന് വെച്ചാൽ അതുപോലെ തിരക്കാണ് കേട്ടോ. അതാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല അലങ്കാരങ്ങളൊക്കെ കാണാൻ, ബലൂണുകളെ, അതൊക്കെ ഒരു രസമെന്ന് വെച്ചാൽ പാലക്കാർ മൊത്തത്തിലൊന്ന് ഉണർന്നിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഈ പാലാ ജൂബിലിയുടെ ദിവസം എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് സന്തോഷം തോന്നി. മാതാവിൻ്റെ അടുത്ത് പോയി നമുക്ക് മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാൻ, നമുക്ക് നേർച്ചകളിടാൻ, നമുക്ക് നേർച്ച വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് നേർച്ചകളിടാനും നമുക്ക് നേർച്ച വാങ്ങുവാനും നാരങ്ങമാല ഇടാനും പൂമാല ഇടാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ നിരനിരയായിട്ട് പോയിട്ട് വേണം. നമ്മൾ തിക്കും തിരക്കുമായി പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഈ ഡിസംബർ 8 കഴിഞ്ഞ് ഇനി അടുത്തൊരു ഡിസംബർ 8 വേണ്ടിയിട്ടാണ് എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്, പാലാ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം മനസ്സിൽ ഒരുപാട് തങ്ങി നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ പാലാ ജൂബിലി. തിക്കും തിരക്കും കൂട്ടി നമുക്കൊന്നും തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. നമ്മൾ പതിയെ നമ്മൾ അവർ പറയുന്ന അതിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് കപ്പേളയിലേക്ക് നമുക്ക് കയറി കുരിശുപള്ളിയുടെ അവിടേക്ക് നമുക്ക് കയറി ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനെല്ലാം പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഈ വർഷത്തെ പെരുന്നാൾ നമ്മൾ എന്തായാലും നമ്മൾ ആഘോഷിച്ചു. പ്രദക്ഷിണ ഇനി ഉടനെ തന്നെ ഇറങ്ങുന്നതാണെന്ന് അവിടെ അനൗൺസ്മെൻ്റൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കിന് നമ്മൾ ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് അതിനകത്തൂടെ നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് പോരാൻ പറ്റില്ല. നമ്മൾ കുറച്ച് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. പ്രദക്ഷിണം വരുന്ന വഴിയെ കൂടാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി പുറത്ത് വന്നിട്ട് നമുക്ക് പ്രദക്ഷിണം കൂടാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഈ വർഷത്തെ പെരുന്നാൾ അങ്ങനെ ഈ വർഷത്തെ ജൂബിലി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെയാണ് പോയിരുന്നത്, പപ്പായമ്മയും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഓക്കെ, ബൈ ബൈ.